ട്രക്ക് ഡ്രൈവിംഗ് എന്ന് പറയുന്നത് വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ്. ബികോം എന്നുള്ള ഒരു പെർട്ടിക്കുലർ ഒരു കോഴ്സ് കഴിഞ്ഞതിന് ശേഷം അവിൻ, തൃശ്ശൂരിൽ നിന്നുള്ള അവിൻ ആക്ച്വലി ഈ ഒരു പ്രോഗ്രാം, ട്രക്ക് ഡ്രൈവിംഗിന്റെ പ്രോഗ്രാമും ലോജിസ്റ്റിക്സ് ഒക്കെ അടങ്ങുന്ന ഈ പ്രോഗ്രാം എടുക്കാനായിട്ടുള്ളത് റീസൺ എന്ന് പറയുന്നത് ആ ഒരു പാഷൻ തന്നെയാണ്. അവിന്റെ അനുഭവം നമുക്ക് ചോദിച്ചറിയാം. സോ വെൽക്കം അവിൻ ടു ദ ഷോ. സോ എന്തായിരുന്നു ഈ ബികോം കഴിഞ്ഞിട്ട് ഒരു അക്കൗണ്ടിംഗ് ഫീൽഡിൽ ഒരാള് അതിന് ശേഷം ട്രക്ക് ഡ്രൈവിംഗിലേക്ക് തിരികെയാണ്? പാഷൻ മാത്രമായിരുന്നോ അതോ ഇതിന്റെ ഡിമാൻഡ് കണ്ടിട്ടായിരുന്നു ഇതിലേക്ക് വന്നത്? നമ്മളൊരു കാര്യത്തിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എടുക്കുമ്പോൾ ഞാൻ ബികോം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ ഒരു ജോബിന്റെ ഞാൻ അതിന്റെ സാധ്യതകളെ പറ്റിയൊക്കെ കൂടുതലായിട്ട് അറിയാൻ ശ്രമിച്ചു. പിന്നെ ഞാൻ ഭയങ്കര പാഷനേറ്റ് ആയിരുന്നു ഡ്രൈവിംഗിൽ. കാരണം ഞാൻ 18ാമത്തെ വയസ്സിൽ തന്നെ കാറും ബൈക്കും എടുത്ത്, അത് കഴിഞ്ഞ് ഞാൻ ഭയങ്കര ക്രൈസ് ആയതുകൊണ്ട് തന്നെ 21 ഏജ് ആയപ്പോഴത്തേനും ഞാൻ നമ്മുടെ നാട്ടിൽ ഇന്ത്യൻ ട്രാൻസ്പോർട്ട് ലൈസൻസ് ഞാൻ എടുത്തിരുന്നു. ആ ക്രൈസ് അത്യാവശ്യം നല്ല റിവാർഡിംഗ് ആയിട്ടുള്ള ക്രൈസ് തന്നെയാണ് അല്ലേ? അതെ, നല്ല റിവാർഡിംഗ് ആയിട്ടുള്ള ക്രൈസ് ആണ്. നമ്മുടെ നാട്ടിൽ നിന്ന് കഴിഞ്ഞാൽ അത്ര ഓപ്പർച്യൂണിറ്റീസ് ഇല്ല എന്ന് കണ്ടുകൊണ്ട് തന്നെ ഞാൻ പുറത്തേക്ക് ഒരു ഓപ്ഷന് വേണ്ടി നോക്കിയതാണ്. അങ്ങനെയാണ് ഞാനിപ്പോ ഇവിടെ എത്തി നിൽക്കണേ. ഇപ്പൊ ഞാൻ നാട്ടിൽ നിന്ന് എനിക്ക് ആ ഒരു ഹെവി ലൈസൻസ് ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെ വന്നപ്പോഴത്തേനും ഒരു 1 month ആയിട്ടുള്ളൂ ഞാൻ ഇവിടെ വന്നിട്ട്. അപ്പോഴത്തേനും എനിക്ക് ഈ പറഞ്ഞ പോലെ ഓൺ ജോബ് എന്താ പറയാ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ തുടങ്ങി. ഇവിടെ ഭയങ്കര ചെറിയ രാജ്യമാണ്, വളരെ കുറച്ച് ആൾക്കാരുള്ളൂ. പ്രധാനമായിട്ട് കോസ്റ്റ് ഓഫ് ലിവിംഗ് കുറവാണ് അല്ലേ? കോസ്റ്റ് ഓഫ് ലിവിംഗ് നമ്മുടെ ഇന്ത്യനെ വെച്ച് നോക്കുമ്പോൾ എപ്പോഴും കൂടുതലായിരിക്കും. പക്ഷെ യൂറോപ്യൻ യൂണിയൻ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ലാറ്റ്വിയയിൽ കോസ്റ്റ് ഓഫ് ലിവിംഗ് ഭയങ്കര കുറവാണ്. അതുപോലെ തന്നെ ഇവിടെ ഫ്രണ്ട്സ് ഒക്കെ ആയി ഇവിടെ വന്നിട്ട് എനിക്ക് ഫ്രണ്ട്സ് നാട്ടിൽ നിന്ന് ഇവിടെ എന്റെ ഫ്രണ്ട്സ് ഉണ്ട്. അവരിവിടെ